ഈ റെഡിയായി നിൽക്കുന്നത് ഒരു ട്രിപ്പ് പോകാനാണ്. ട്രിപ്പ് പോയിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞെങ്കിലും ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ, ഇത് ഒരു മെമ്മറി കിടക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങി. ട്രിപ്പ് പോകുന്നത് നമ്മൾ 2 വീലറിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ട്രിപ്പ് തുടങ്ങിയ ശേഷം ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്ത കടയാണ് കേട്ടോ ഈ കട. പക്ഷേ എന്ത് രസമാണെന്നോ ഈ കട കാണാൻ. ഇവിടെ എന്തോ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു ഒന്ന് നോക്കി ചിരിക്കുമെന്ന്. അങ്ങനെ എന്നെ കളിയാക്കി ചിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞു, നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങൾ കുറേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ അങ്ങനെ നടന്നിട്ടില്ല. പക്ഷേ ഇത് പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം ആയതുകൊണ്ടാണ് ഒന്ന് ട്രിപ്പ് നടന്നത്. അതുപോലെ ഞങ്ങൾ എൻജോയും ചെയ്തായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ മാസം ഞങ്ങൾ വേറൊരു ട്രിപ്പും തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇടാവേ. അങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് പൊന്മുടി ഡാം. എന്ത് രസമല്ലേ ആ കാടൊക്കെ ഇങ്ങനെ ആ ഡാമിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഈ കാണുന്ന ചെറിയ പാലത്തിൽ കൂടെ വേണം നമ്മളിനി അപ്പുറത്ത് പോകാൻ. ഒന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ എക്സ്പ്രഷൻ ഇടുന്ന ദിയക്കുട്ടി, അല്ലെങ്കിലും ഇവളിങ്ങനെയാണ്, ഞങ്ങളുടെ എക്സ്പ്രഷൻ ക്വീനാണ് കേട്ടോ അവൾ. സിദ്ധുമനെ കണ്ടു, അവനും വളരെ എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അവനും പറഞ്ഞത്. എല്ലാവരെയും പിടിച്ചു നിർത്തിയ ഫോട്ടോ എടുക്കുന്നത് കണ്ടോ. അങ്ങ് ഇവിടെ ഒന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പുറത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന ശ്രീക്കുട്ടൻ. എന്ത് രസമാണെന്ന് പറയുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വേണം പറയാൻ. പിന്നെ നമ്മുടെ ദിയക്കുട്ടി ഇതുവരായിട്ടും കുതിരയെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു കുതിര ഉണ്ടായിരുന്നു, അവൾക്ക് അതും കാണിച്ചു കൊടുക്കുകയും നമ്മൾ ചെയ്തു. കുതിര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുതിരയെ കാണിച്ചു തന്നില്ലല്ലോ. ദാണ്ട് ഇവിടെ നിൽപ്പുണ്ട് വെള്ളക്കുതിര. നല്ല രസമുണ്ടായിരുന്നു അവനെ കാണാൻ. പിന്നെ നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെട്ട് ആ പാലത്തിൻ്റെ അകത്തൂടെ കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോഴത്തെ ഈ വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. നമ്മൾ നേരെ അക്കരെ ചെന്നിട്ട് ഐസ്ക്രീം കുടിച്ചു. സിദ്ധുമോനൊക്കെ ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫ്ലേവറും കരിക്കിൻ്റെ ഒക്കെ ഫ്ലേവറാണെന്ന് തോന്നുന്നു ഐസ്ക്രീം. അങ്ങനെ എല്ലാവരും കാര്യമായിട്ട് ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഞങ്ങളും കുടിക്കുകയാണ് ഐസ്ക്രീം ഒന്ന് കുടിച്ച് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നോക്കി ചിരിക്കുന്നത്. ഞാൻ പിന്നെ ഒരു തള്ളു വെച്ച് കൊടുത്തപ്പോഴാണ് ആൾ കുടിച്ചത്. ദിയക്കുട്ടി ആണെങ്കിൽ ഐസ്ക്രീം കൊണ്ട് സ്പെഷ്യൽ ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേറൊരു വീഡിയോ ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോ ഇടാം കേട്ടോ.